ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീടിനകത്തും കിച്ചണിലും തൊടിയിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന പല്ലികളെയും എലികളെയും എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ്. ഒരു ടീസ്പൂൺ തൈരുണ്ടെങ്കിൽ വീട്ടിലും തൊടിയിലുമൊക്കെയുള്ള എലി, പല്ലി, പാറ്റ, പഴുതാര എന്നിവയൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. തൈരിന്റെ ആ ഒരു മണം എലിക്കും പല്ലിക്കും പാറ്റക്കുമൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. കുറച്ച് തൈരിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു നോക്കൂ, വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെയുള്ള കുപ്പിയുടെ അടപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എലികളെ പെട്ടെന്ന് ആകർഷിക്കാനായിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എലി, പല്ലി, പാറ്റ ഒക്കെ എവിടെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. തേങ്ങയും തൈരുമൊക്കെ എലിക്കും പല്ലിക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. അവ ഇത് വന്ന് കഴിച്ചോളും. ഇതിൽ നമ്മൾ ചേർത്ത ഡെറ്റോള് വയറിനുള്ളിലെത്തിയാൽ എലിക്കും പല്ലിക്കും ഒക്കെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക. നമ്മുടെയൊക്കെ വീട്ടിലും കൃഷിസ്ഥലങ്ങളിലും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന എലി, പെരുച്ചാഴി, പല്ലി, പാറ്റ എന്നിവയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത കടുക് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. കാൽ ടീസ്പൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തൈരിന്റെ ആ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നതായിട്ട് കാണാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സ് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എലികളെ ആകർഷിക്കാനായിട്ട് നമുക്കിതിന്റെ മുകളിലേക്ക് കുറച്ച് ശർക്കരയാണ് ചീകിയിട്ട് കൊടുക്കുന്നത്.
എലിശല്യം പല്ലിശല്യം ഒക്കെ ഉള്ളത് എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. എലി പല്ലി പാറ്റ ഒക്കെ ഇത് വന്ന് നക്കി നക്കി കുടിച്ചോളും. ഇതെല്ലാം കൂടെ വയറിനകത്ത് ചെന്നാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക. എലി പല്ലി പാറ്റയൊക്കെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നുമൊക്കെ ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ പറമ്പിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന എലി പെരിച്ചാഴി എന്നിവയൊക്കെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചോറാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പാരസെറ്റാമോൾ എടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സ് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിലേക്കോ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം. എലികളെ ആകർഷിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ശർക്കര ചീകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എലി പെരിച്ചാഴിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാം. സന്ധ്യാസമയത്തായിരിക്കണം നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ. തൈരും ചോറും ഒക്കെ ചേർന്നുള്ള ഈ ഒരു മിക്സ് എന്തായാലും എലി പെരിച്ചാഴിയും ഒക്കെ വന്ന് കഴിക്കും. നമ്മൾ ഇതിൽ ചേർത്ത വിനാഗിരിയും പാരസെറ്റാമോളും ഒക്കെ വയറിനുള്ളിലെത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ പറമ്പിൽ നിന്നും കൃഷിസ്ഥലത്ത് നിന്നുമെല്ലാം ഇവയെല്ലാം ഓടിപ്പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.